ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വർഷങ്ങൾ ഇത്രയായി, എന്നിട്ടും അവക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വഴിപാടും ഒന്നും നമ്മൾ മുടക്കിയിട്ടില്ല. അമ്മയ്ക്ക് ഉറപ്പുണ്ട്, ദൈവങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാ നന്ദേട്ടനും സന്ധ്യജിയും ഒന്നും പറയില്ലായിരിക്കും. പക്ഷെ നമ്മൾ കാണിച്ചത് വിശ്വാസവഞ്ചനാണെന്നുള്ള കാര്യം അവർക്ക് തോന്നില്ലേ? അർച്ചനടുത്ത് ഇല്ലാത്തതിന്റെ വിഷമം ഇപ്പോഴറിയുന്ന. ഏട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചേനെ. വെളിച്ചമുള്ളപ്പോ വിളക്കിന്റെ വില അറിയില്ലെന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അർച്ചനടുത്ത് ഇല്ലാതായപ്പോഴാണ് നമ്മൾ ആ വില അറിയുന്നത്. US-ലൊക്കെ ആകെ പ്രശ്നമാണെന്ന് പറയുന്നു. ഇത്ര പെട്ടെന്ന് അവര് തിരിച്ചു വരാൻ എന്താ കാരണം? കഴിഞ്ഞ വർഷമല്ലേ അവര് വന്നിട്ട് പോയത്? എന്തോ സിറ്റിസൺഷിപ്പിന്റെ എന്തോ പ്രശ്നമുണ്ടെന്നാ പറഞ്ഞത്. അതിന് കുറേയേറെ പണം വേണ്ടിവരുമെന്നും പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ അവരുടെ കയ്യിൽ അത്ര വലിയ സമ്പാദ്യമൊന്നും ഇല്ല. ആ സ്വർണം എടുത്ത് വിറ്റ് കാര്യങ്ങളൊക്കെ നടത്താമെന്നുള്ള കണക്കുകൂടലോടുകൂടിയായിരിക്കും ചിലപ്പോൾ അവർ വരുന്നത് തന്നെ. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പണം ഉണ്ടാക്കാന്നുള്ളതാ. എങ്ങനെയെങ്കിലും അതുണ്ടാക്കിയേ പറ്റൂ. നമുക്ക് നഷ്ടപ്പെട്ട സമ്പത്തൊക്കെ എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ ധനുഷേ? പണവും സമ്പത്തും എല്ലാം തിരിച്ചു കിട്ടിയാലും ഒന്നും പഴയതുപോലെ ആകാൻ പോകുന്നില്ല. നെഞ്ചു പൊട്ടി മരിച്ച നമ്മുടെ അച്ഛൻ തിരിച്ചു വരുമോ? സച്ചിയേട്ടനെ ഇനി എന്തെങ്കിലും നമുക്ക് സന്തോഷത്തോടെ പഴയ രൂപത്തിൽ കാണാൻ പറ്റുമോ? ഓർക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു ധനുഷേ. അർച്ചനടുത്ത് പോയതോടെ ഈ വീടിന്റെ എല്ലാ ഐശ്വര്യവും പോയി. ഏട്ടത്തി തിരിച്ചു വന്നാൽ മാത്രമേ ഈ വീടിന് പഴയ ഐശ്വര്യത്തിലേക്ക് വരൂ. ആ പ്രതീക്ഷയൊന്നും എനിക്കിപ്പോ ഇല്ല. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെ തിരിച്ചു വരാനാ? ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം വരുമായിരുന്നില്ലേ? ഇനി അഥവാ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അർച്ചനടുത്ത് ഇപ്പോഴും സച്ചിയേട്ടനെ കാത്തിരിക്കോ? അർച്ചനടുത്ത് ഇറങ്ങിപ്പോയതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അർച്ചനടുത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ അർച്ചനടുത്തേക്ക് ഒരിക്കലും സച്ചിയേട്ടനെ മറക്കാൻ പറ്റില്ല. സച്ചിയേട്ടൻ ഇപ്പോഴും അർച്ചനടുത്ത് അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും കാത്തിരിക്കുന്നതും ഒന്നും വെറുതെ ആവില്ല. ധനുഷേ, സ്നേഹത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി അകന്നു പോയവരെ തമ്മിൽ അടുപ്പിക്കും. ലോകം മുഴുവൻ മാറിയാലും അവരുടെ മനസ്സിലുള്ള സ്നേഹം മാറില്ല. ഇതൊക്കെ പറയാൻ കൊള്ളാം, പക്ഷെ യാഥാർത്ഥ്യം നീ വിചാരിക്കുന്ന പോലെ ആവില്ല. അർച്ചനടുത്ത് ഇപ്പോ നമ്മളെയൊന്നും കുറിച്ച് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. ധനുഷേ, ആകാശത്ത് സൂര്യനും ചന്ദ്രനും ചിലപ്പോ ഉദിക്കാതിരിക്കും. ഈ ഭൂമി ചിലപ്പോ ഇരുട്ടിലായിരിക്കും. ചിലപ്പോ പ്രളയം വന്ന് ഭൂമിയുടെ ഒരു ഭാഗം മുഴുവനും നശിച്ചു പോയെന്നും വരാം. ചൂടുകൊണ്ട് ഈ ലോകത്തിലെ പുൽക്കൊടികളെല്ലാം കരിഞ്ഞു പോയെന്നും വരാം. എന്നാലും അർച്ചനടുത്തേക്ക് സച്ചിയേട്ടനെ മറക്കാൻ പറ്റില്ല. അർച്ചനടുത്തി സച്ചിയേട്ടനിലേക്ക് തിരിച്ചു വരും. എനിക്കത് ഉറപ്പാ. ആന്റി ഇത് ഇന്നത്തെ ദിവസമെങ്കിലും കരയരുതെന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞതല്ലേ.
പറയാൻ എളുപ്പാ മോളെ. പക്ഷെ പക്ഷെ പറ്റത്തില്ല. അവളെ ഞാൻ പെറ്റതല്ലേ. വർഷങ്ങൾ ഇത്രയായി. എന്റെ കുഞ്ഞ് എവിടാന്ന് പോലും അറിയാതെ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അതോ? ആന്റി, ഇന്ന് അർച്ചനേട്ടത്തിയുടെ പിറന്നാളല്ലേ, ഇന്നെങ്കിലും ആന്റി കരയരുത്. ദേ, സച്ചേട്ടനെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവന്നേക്കുവാ, അറിയാലോ. ഇറങ്ങ ആന്റി. സച്ചേട്ടാ വാ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം. അതൊന്നും പറ്റൂല. ഇതുവരെ വന്നിട്ട് അമ്പലത്തിൽ കയറിട്ട് പോ. ദൈവങ്ങളൊന്നും ഇതുവരെ എന്നോട് ഒരു കരുണയും കാണിച്ചില്ലല്ലോ. മോനെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവാതിരിക്കില്ല. വാ മോനെ, അമ്മയല്ലേ വിളിക്കുന്നത്. വർഷങ്ങൾ ഇത്രയായി, എന്നിട്ടും അവക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വഴിപാടും ഒന്നും നമ്മൾ മുടക്കിയിട്ടില്ല. അമ്മയ്ക്ക് ഉറപ്പുണ്ട്, ദൈവങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവളെ മോളെ ദൈവം നമുക്ക് തിരിച്ചു കൊണ്ടുതരും, എനിക്കുറപ്പാ. വാ 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 മോളെ. ഇതാണോ അച്ഛമ്മ പറഞ്ഞ അമ്പലം? അതെ, കൊള്ളാം, നല്ല ക്ഷേത്രം അല്ലേടോ? മോളെ, നല്ലതുപോലെ പ്രാർത്ഥിച്ചോണം. എല്ലാ വിഷമങ്ങളും മാറും. വാ, നടക്ക്.